ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം ഞാൻ ലേറ്റ് ആയിട്ട് എണിച്ച്. അതെന്തോ എന്നെക്കൊണ്ട് പറ്റില്ല, പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റി. ഇടയ്ക്കൊക്കെ മനസ്സ് നമ്മളെ എണിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ശരീരം അതങ്ങോട്ട് സമ്മതിക്കണ്ടല്ലേ. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എണിച്ചിട്ട്. അങ്ങനെ എണിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പരിപാടി മടക്കി വെക്കലാണ്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ബാക്കി എനിക്ക് ചെയ്യേണ്ട എല്ലാ പരിപാടിയും ഉമ്മ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ എനിക്കാകത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കി ഇട്ടുണ്ട് ബെഡ്. സോ നമുക്കിനി കഞ്ഞി കുടിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ വെയ്യാത്തോണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാം. അല്ലെങ്കിലും ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ ഒക്കെ കഞ്ഞി തന്നെ കുടിക്കലട്ടോ, അതാണ് മെയിൻ. ഇനി നമുക്കൊന്ന് കുളിക്കാം, കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി കുറച്ച് സെൽഫ് കെയർ ആവും. ഇതൊന്നും ഞാൻ ചെയ്യാത്തതാണ്, ഇപ്പം ഇങ്ങനെ ചെയ്ത് വരുന്നു. ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ നമ്മൾ എല്ലതും ഒറ്റയടിക്കാണ് ചെയ്യരുതല്ലോ, ഓരോരോ സ്റ്റെപ്പ് വേണം. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം, അതാണ് നമുക്ക് അടുത്ത പരിപാടി. കറികളെക്കാളും ഉപ്പേരി ഞാൻ എടുത്തിട്ടുണ്ട്, ഓരോന്ന് ശീലിച്ച് വരുന്നതിൻ്റെയാണ്. അങ്ങനെ ഉമ്മി അതിനകത്തൊക്കെ പുറത്ത് പോയി വന്നിട്ട് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. പിന്നെ നമ്മൾ ചോറും കഴിച്ചാണ്, അപ്പോൾ ഒരു മധുരമാവാം. ഇന്ന് നമുക്കൊരു ചായ കുടിക്കാനുള്ള ക്ഷണമുണ്ട്. നമ്മൾ ഇഷ്ടാത്ത പുതിയ കോട്ടേജിലേക്ക് മാറിയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആളുടെ ഫാമിലി താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പുതിയൊരു കോട്ടേജ്, അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോയത് ഞാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. മഴയൊക്കെ പെയ്യുന്ന ടൈമായിരുന്നു, പക്ഷെ ഇന്നങ്ങോട്ട് മഴ അങ്ങോട്ട് പെയ്തില്ല. അങ്ങനെ നല്ല അരിമണിയും ചായയൊക്കെ കുടിച്ച് ചിലർക്കൊക്കെ അത് കാണുമ്പോൾ നെസ്റ്റ് അടിക്കണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ മേലെ നിൽക്കുമ്പോൾ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കണം. എന്തല്ലേ, ഇവരൊക്കെ പ്രായത്തിലായ മതിയായിരുന്നു. സത്യം പറഞ്ഞ ഇവരാരും അറിഞ്ഞില്ല ഞങ്ങൾ വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കുട്ടിപ്പാട്ടാളങ്ങളൊക്കെ കൂടി ഒരു മേലെ കയറി വന്നിക്കണം. പിന്നെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, വെയ്യാത്തതിൻ്റെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ മഴയൊക്കെ പെയ്യുമെന്ന് വെച്ചാൽ കുറേ നേരം ഇരുന്നു, പക്ഷെ മഴ അങ്ങോട്ട് പെയ്യണില്ല. അങ്ങനെ ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞേക്കൊണ്ട് മഴ പെയ്തു. പിന്നെ ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ചതാ ഇവിടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും നമുക്കൊന്ന് പുറത്ത് പോകാണ്ട്. അങ്ങനെ അധികം ഡ്രസ്സൊന്നും വലിച്ച് വാരിയിടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഒരു സിമ്പിൾ അബായ എടുത്തിട്ട് പിന്നെ സൺസ്ക്രീൻ, അത് മാത്രം മതി. അങ്ങനെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ എൻ്റെ ബാഗ് കൊടുക്കണമല്ലോ, അതിൻ്റെ പൈസ അതിലാണ്. പുറത്ത് പോകാമെന്ന് പറഞ്ഞു, പക്ഷെ എവിടേക്ക് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. വർക്കിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണേ, അപ്പം അതിനായിട്ട് പോവാണ്. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ മഴക്കുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭാഗ്യത്തിന് അവിടെ എത്തണ വരെ മഴ ഒന്നും പെയ്തില്ല. അങ്ങനെ ഷോപ്പിൽ പോയി നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കുറച്ച് നോക്കി. പിന്നെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കണം എന്നുണ്ട്, പക്ഷെ ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സോ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അപ്പം അങ്ങനെ എടുത്താണിത്. ക്രേവിങ്സ് ഒക്കെ അതിനോടാണെങ്കിലും ഇപ്പം നമുക്കിത് കഴിക്കാം. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് വേഗം വീട്ടിൽ പോവാം. ഇന്നാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോകാൻ കൂടെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കണ്ടേ. സോ നമ്മൾ നിറഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. പിന്നെ വിശപ്പിൻ്റെ അലാരം അത് അടിച്ചിക്കണ്. അങ്ങനെ നമ്മളതൊരു നെറുനീട്ടിൽ അങ്ങോട്ട് ഒടുക്കി. അപ്പൊ ഇന്നും പറയണ പോലെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇഷ്ടമായ പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് അമർത്തിക്കോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഇത്രേ ഉള്ളൂ.